നമസ്കാരം, ജനയുഗം പൊളിറ്റി പ്രോബിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റുകളെ പന പോലെ വളർത്തുന്ന ഒരു സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ എന്ന് വർത്തമാനകാലത്തെ സംഭവങ്ങൾ വിളിച്ചോതുകയാണ്. നമ്മുടെ രാജ്യത്തെ എണ്ണ കമ്പനികൾക്ക് കൊള്ളയടിക്കാനുള്ള അവസരമാണ് മോഡി സർക്കാർ ഒരാഴ്ചക്കകം രണ്ടാം തവണയും പെട്രോൾ ഡീസൽ വില വർധനവിലൂടെ അവസരം ഒരുക്കിയിരിക്കുന്നത്. പെട്രോൾ ഡീസൽ വില ലിറ്ററിന് 3 രൂപയും CNG കിലോയ്ക്ക് 2 രൂപയും വർദ്ധിപ്പിക്കുന്നതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പെട്രോൾ ഡീസൽ വില 90 പൈസ വീതം വീണ്ടും കൂട്ടിയത്. നേരത്തെ പാചകവാതക വാണിജ്യ സിലിണ്ടറിന് 993 രൂപയും ഗാർഹിക സിലിണ്ടറിന് 60 രൂപയും കൂട്ടിയിരുന്നു. വിമാന ഇന്ധന വിലയും കുത്തനെ കൂട്ടുകയുണ്ടായി. കർഷകരെ ആശങ്കയിലാക്കി രാസവളം ക്ഷാമവും വിലവർധനവും രൂക്ഷമാക്കിയിരിക്കുകയാണ്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കാത്തിരിക്കുകയായിരുന്നു സർക്കാർ. അതിന് വിചിത്രമായ നിർവചനമാണ് പുറത്തു പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷമാണ് കാരണമെന്ന്. ഒറ്റയടിക്ക് വില കൂട്ടിയാലുള്ള ജനരോക്ഷം ഭയന്ന് ഘട്ടം ഘട്ടമായി വില കൂട്ടാനാണ് സർക്കാരിന്റെ നീക്കം. ക്രൂഡ് എണ്ണ വില $110 വരെ ഉയർന്നുവെന്നതും എണ്ണശേഖരം 15% കുറഞ്ഞതുമാണ് കാരണമായി പറയുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്ക് മുമ്പ് ക്രൂഡ് വില $70 താഴെയായിരുന്നു. മാർച്ച് അവസാനം $110 കടന്നെങ്കിലും ഏപ്രിൽ പകുതിയോടെ $83 കേന്ദ്ര സർക്കാർ സബ്സിഡി ഓരോ വർഷവും കൂട്ടിക്കുറച്ച് വളം വില വർദ്ധിപ്പിക്കുന്നതിനിടയിലാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള വളം ക്ഷാമം. സംഘർഷം 15 മുതൽ 30 ലക്ഷം ടൺ വരെ വളം വ്യാപാരത്തെ ബാധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന രാസവളത്തിന്റെ 36% സൗദി, ഒമാൻ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്നായിരുന്നു. ഇറാനുമായി കരാറിൽ ഏർപ്പെട്ടാൽ ഉണ്ടാകുന്ന അമേരിക്കൻ ഉപരോധം ഭയന്ന് ഹോർമസ് വഴിയുള്ള വളം കപ്പലുകൾ ഇന്ത്യൻ ഒഴിവാക്കുന്നത് പ്രതിസന്ധി വർദ്ധിപ്പിക്കും. രാജ്യത്തെ പൊട്ടാഷ് 50 കിലോ ചാക്കിന് 1810 രൂപയിൽ നിന്ന് 1975 രൂപയായി. ഇന്ധന വില വർധനയെ തുടർന്ന് രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധിയിലെ രൂക്ഷമാക്കിയിരിക്കുകയാണ്. എല്ലാ അവശ്യ വസ്തുക്കളുടെയും വില ഉയരും. പാചകവാത വില വർധനവും സിലിണ്ടറുകളുടെ ലഭ്യത കുറവ് കൂടിയായപ്പോൾ ഭക്ഷണ വിലയും കുതിച്ചുയരുകയാണ്. ഹോട്ടൽ വ്യവസായ മേഖലയാകെ അടച്ചുപൂട്ടൽ ഭീഷണിയിലുമാണ്. രാസവളക്ഷാമവും വിലവർധനവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കും. അമേരിക്കൻ താൽപര്യങ്ങൾക്ക് വിധേയമായ നയങ്ങളോടെ പ്രത്യാഘാതം നേരിടാൻ ജനങ്ങളുടെ ചെലവ് ചുരുക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് സർക്കാർ. നീണ്ട തർക്കങ്ങൾക്കും മാരത്തോൺ ചർച്ചകൾക്കും ഒടുവിൽ കുറെ ആളുകളെ തൃപ്തിപ്പെടുത്തിയും കൂടുതൽ പേരെ അസംതൃപ്തരുമാക്കിയിട്ട് VD സതീശന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന UDF മന്ത്രിസഭ അധികാരത്തിലെത്തി. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല സമ്മർദ്ദത്തിലൂടെ കൈക്കലാക്കി. പ്രധാന വകുപ്പുകളെല്ലാം KC വേണുഗോപാൽ പക്ഷത്തിന്റെ പക്കലുമായി. KPCC പ്രസിഡന്റായ സണ്ണി ജോസഫിന് ആദ്യം റവന്യൂ വകുപ്പാണ് പറഞ്ഞു വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ വൈദ്യുതി വകുപ്പ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരിക്കുകയാണ്. റവന്യൂ വകുപ്പിൽ നിന്ന് വൈദ്യുതി വകുപ്പിലേക്ക് സണ്ണിയെ കൊണ്ടുപോയി ചെന്നെത്തിച്ചത് KC വേണുഗോപാലിന്റെ പകപോക്കലാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയമസഭാ സീറ്റിൽ നിന്നും മത്സരിക്കാൻ KC വേണുഗോപാലിന് താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ ഇരിക്കൂറിൽ KC വേണുഗോപാൽ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന റിപ്പോർട്ടാണ് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ സണ്ണി ജോസഫ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെക്ക് നൽകിയത്. അത് KC കാണുവാൻ ഇടയായി. ഇതാണ് പകപോക്കലിന് പിന്നിലെന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരും അവരുടെ ഗ്രൂപ്പ് നേതാക്കളുമെല്ലാം വലിയ അസംതൃപ്തിയിലുമാണ്. മുസ്ലിം ലീഗ് സതീശനെ ഹൈജാക്ക് ചെയ്തതായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസ് കൈവശം വെച്ചിരുന്ന ഫിഷറീസ് വകുപ്പ് ലീഗിന്റെ വിരട്ടലിനെ തുടർന്ന് അവർക്ക് കോൺഗ്രസ് അടിയറവ് പറഞ്ഞതായി കോൺഗ്രസ് അണികൾ തന്നെ പറയുന്നു. കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനം ചോദിച്ചിരുന്നു. ഒന്നുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മാണി സി കാപ്പൻ കടുത്ത പ്രതിഷേധത്തിലുമാണ്. വരും ദിവസങ്ങളിൽ UDF-ൽ അസംതൃപ്തരുടെ എണ്ണം കൂടുന്തോറും അതും ഭരണത്തെ തന്നെ ബാധിക്കുമോ എന്ന നേതാക്കളുടെ അങ്കലാപ്പിലുമാണ്. തന്നെയുമല്ല, തെരഞ്ഞെടുപ്പ് വേളയിൽ വോട്ട് നേടാനായി ജനങ്ങൾക്ക് മുന്നിൽ വെച്ച ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ കാര്യത്തിലും വ്യക്തതയില്ല. ഇതൊന്നും നടപ്പിലാക്കാനാകില്ല എന്നതിന്റെ മുൻകൂർ ജാമ്യമെടുക്കലായിരുന്നു മുൻ മുഖ്യമന്ത്രി കൂടിയായിരിക്കുന്ന AK ആന്റണിയുടെ അഭിപ്രായ പ്രകടനങ്ങൾ. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയ ചരിത്രം കോൺഗ്രസ് സർക്കാരുകൾക്കില്ല എന്നത് യാഥാർത്ഥ്യമാണ്. റിസർവ് ബാങ്ക്, നീതി ആയോഗ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ തുടങ്ങിയ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനങ്ങളൊന്നും കേരളം സാമ്പത്തികമായി പാപ്പരാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മറിച്ച് കേരളം സർവ്വമേഖലകളിലും വരികയാണെന്നും സാമ്പത്തികമായി സ്ഥിരതയാർന്ന സംസ്ഥാനമാണെന്നുള്ള റിപ്പോർട്ടുകളാണ് 3 ഏജൻസികളും പുറത്തുവിട്ടിട്ടുള്ളത്. LDF സർക്കാർ അധികാരമൊഴിയുമ്പോൾ ട്രഷറിയിലെ നീക്കിയിരിപ്പ് 6000 കോടിയാണ്. കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിനുള്ള നികുതി വിഹിതം വർദ്ധിപ്പിച്ചതോടെ 10,000 കോടിയുടെ വർധനയുടെ ആനുകൂല്യം പുതിയ സർക്കാരിന് ലഭിക്കും.
ട്രഷറിയിൽ പൂച്ച പെറ്റുകിടക്കുന്നുവെന്ന് പറഞ്ഞവർ അധികാരത്തിലെത്തിയപ്പോൾ അതല്ല വസ്തുതയെന്ന് ബോധ്യപ്പെട്ടതിനാലാണ് വിവിധ വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചത്. LDF മന്ത്രിസഭയിലെ ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞതാണ് ശരിയെന്ന് തെളിയിക്കുന്നതാണ് UDF ക്ഷേമ പദ്ധതികൾ നൽകുന്നതിന് കഴിഞ്ഞ ദിവസം 1070 കോടി രൂപ അനുവദിച്ചത്. തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ LDFനെതിരായി നടത്തിയ മറ്റൊരു കള്ളപ്രചാര വേല കൂടിയാണ് ഇവിടെ പൊളിഞ്ഞു വീഴുന്നത്. ഒരു കണക്കും നീക്കിയിരിപ്പും നോക്കാതെ സർക്കാരിന് തീരുമാനമെടുക്കാനാകില്ലല്ലോ, എന്നിട്ടും നുണ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് UDFന്റെ നയം. പൊളിറ്റി പ്രോബിന്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.